ഏലപ്പാറയിലെ തോട്ടം മേഖലയായ ഹെലിബറിയിലേക്ക് KSRTCയുടെ പുതിയ ബസ് സർവീസ് ആരംഭിച്ചു. KSRTC കുമളി ഡിപ്പോയിൽ നിന്നുമാണ് പുതിയ ബസ് സർവീസ് ഹെലിബറിയയിലേക്ക് ആരംഭിച്ചത്. ബസ് സർവീസിന് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഏലപ്പാറയിലെ തോട്ടം മേഖലയായ ഹെലിബറിയയിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണ് ഉണ്ടായിരുന്നത്. ഇതുവഴിയുള്ള റോഡ് നവീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ നാട്ടുകാർ ട്രിപ്പ് ജീപ്പുകളെയും ഓട്ടോറിക്ഷകളെയുമാണ് ഗതാഗതത്തിനായി ആശ്രയിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി ബസ് സർവീസ് ഉണ്ടായിരുന്നതാണ്. എന്നാൽ റോഡ് തകർന്നതോടെ ഈ സർവീസ് എല്ലാം നിലച്ചിരുന്നു. ഇതിനുശേഷം ഈ റോഡ് നവീകരിച്ചതിനു ശേഷമാണ് KSRTC ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. സ്വകാര്യ ബസ് സർവീസ് ഏലപ്പാറയിൽ നിന്നും ഹെലിബറിയ വഴി കുമളിയിലേക്ക് അടുത്തിടെ പുതുതായി ആരംഭിച്ചിരുന്നു. ഒരു ദിവസം 2 പ്രാവശ്യം എത്തുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. കുമളി ഡിപ്പോയിൽ നിന്നും വണ്ടിപ്പെരിയാർ, പീരിമേട്, കുട്ടിക്കാനം വഴി ഏലപ്പാറയിൽ എത്തിയാണ് ഹെലിബറിയയിലേക്ക് ബസ് എത്തുന്നത്. രാവിലെ 9:15 വൈകിട്ട് 5 മണിക്കുമാണ് എത്തുന്നത്. പീരിമേട് MLA വാഴൂർ സോമൻ, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത്, പൊതുജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ പുതുതായി ആരംഭിച്ച KSRTC ബസിന് ഏലപ്പാറയിൽ വെച്ച് സ്വീകരണം നൽകി. നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു നിമിഷമായിട്ട് നമുക്ക് ഹെലിബറിയയിലേക്ക് ഒരു ബസ് സർവീസ് തുടക്കം കുറിക്കുകയാണ്. ഒരു ചെറിയ തുടക്കം എന്നുള്ളത് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത് കുമളിയിൽ നിന്ന് ശാന്തിപ്പാലം വഴി ഹെലിബറിയ വഴി ഏലപ്പാറ വന്ന് വാഗമൺ പോയി തിരിച്ചു പോകുന്ന ഒരു സർവീസാണ് ആവശ്യപ്പെട്ടത്. റോഡ് കുറച്ചും കൂടെ തീരാറുണ്ട്. നമുക്ക് റോഡിൻ്റെ പണികളൊക്കെ ഓരോ വശത്തോടും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇങ്ങനെ തുടങ്ങാം. മാമല വഴിയും തിരിച്ച് ഒരു ട്രിപ്പാക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കും. മാമലയിലെ പണി തുടക്കും. പുതിയ KSRTC ബസ് സർവീസ് ഹെലിബറിയയിലേക്ക് ആരംഭിച്ചതോടെ തോട്ടം മേഖലയിലെ തൊഴിലാളികളെ ഉൾപ്പെടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്. എന്നാൽ ഹെലിബറിയ ശാന്തിപ്പാലം വഴി കുമളിയിലേക്ക് പോകുന്ന വിധത്തിൽ സർവീസ് പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഇതുവഴി സർവീസ് ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പിനോട് അഭ്യർത്ഥിക്കുമെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.